ട്രേഡിംഗ് മീഡിയയുടെ പ്രീ മാർക്കറ്റ് അനാലിസിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം ഗ്ലോബൽ മാർക്കറ്റ് നോക്കാം. US മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്ന ഒരു പോസിറ്റീവ് ആയിട്ടാണ്. ഡൗ ജോൺസ് 102 പോയിൻറ്റും S&P 25 പോയിൻറ്റും നസ്ഡാക്ക് 109 പോയിൻറ്റും പോസിറ്റീവായിട്ട് ക്ലോസ് ചെയ്തിട്ടുണ്ട്. യൂറോപ്യൻ മാർക്കറ്റും ചെറിയൊരു ഫ്ലാറ്റ് ക്ലോസിംഗ് ആണ്, ഫ്ലാറ്റ് പോസിറ്റീവ് ക്ലോസിംഗ് ആണ്. അതുപോലെ തന്നെ ഗിഫ്റ്റ് നിഫ്റ്റിയും 7 പോയിൻറ്റ് പോസിറ്റീവായിട്ട് ഫ്ലാറ്റായിട്ട് ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഇന്ത്യൻ മാർക്കറ്റിൽ മിക്കവാറും ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആയിരിക്കും ഉണ്ടാവാൻ സാധ്യത കൂടുതൽ. നമുക്ക് ഡേ ക്യാൻഡിലോട്ട് പോകാം. ഡേ ക്യാൻഡിൽ ഇന്നലത്തെ ക്യാൻഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് മെനഞ്ഞാന്നത്തെ ലോ ചെറുതായിട്ടൊന്ന് ബ്രേക്ക് ചെയ്തെങ്കിലും നമ്മുടെ ആ ഫിബ് ലെവല് 0.786 സപ്പോർട്ട് എടുത്ത് മാർക്കറ്റ് നിൽക്കുന്നത്. മാർക്കറ്റ് ചെറിയൊരു കൺസോൾട്ടേഷൻ ആയിരുന്നു ഇന്നലത്തെ ദിവസം, അപ്പ് ആൻഡ് ഡൗൺ മാർക്കറ്റ് ആയിരുന്നു. ഇന്ന് മന്ത്ലി എക്സ്പയറി ആണ് നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെയൊക്കെ എല്ലാം. NSEയുടെ എല്ലാ ഇൻഡെക്സുകളുടെയും മന്ത്ലി എക്സ്പയറി ആണ്. ചിലപ്പോൾ മാർക്കറ്റ് ഒരു വോളറ്റാലിറ്റിക്ക് സാധ്യതയുണ്ട്. സാധാരണ കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മന്ത്ലി എക്സ്പയറിക്ക് നല്ല മൂവ്മെൻറ്റ് രണ്ട് സൈഡിലോട്ട് മാർക്കറ്റ് കൊടുക്കുന്നുണ്ട്. അപ്പം കൃത്യമായിട്ട് ലെവൽസ് നോക്കുക. ഇന്നലത്തെ ഡേ ക്യാൻഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ആ ഒരു ലോ ബ്രേക്ക് ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. മാർക്കറ്റ് ഒരു കൺസോൾട്ടേഷൻ ആണ്. ഡേ ക്യാൻഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ബെയറിഷ് ക്യാൻഡിലാണ്. നമുക്ക് ലോവർ ടൈം ഫ്രെയിമിലോട്ട് നോക്കാം. ലോവർ ടൈം ഫ്രെയിം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം മാർക്കറ്റ് ഈ ഒരു ഫിബിൻ്റെ താഴത്തെ ലെവല്, ഈ ഒരു ലെവല് മെനഞ്ഞാന്ന് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള, കഴിഞ്ഞ വെള്ളിയാഴ്ച ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഈ ഒരു ലെവലിൻ്റെ അവിടെ തന്നെയാണ് ഇന്നലെ 2 പ്രാവശ്യവും മാർക്കറ്റ് ഒന്ന് സപ്പോർട്ട് എടുത്തിട്ടുള്ളത്. ഇന്നലത്തെ ലെവൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വെള്ളിയാഴ്ചത്തെ ഈ ലോയ്ക്ക് താഴോട്ട് ഇന്നലെ ലോ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്നതിന് ഒരു 15 മിനിറ്റിന് മുന്നേ വന്നിട്ടുള്ള ലോ എന്ന് പറയുന്നത് ഇതിൻ്റെ തൊട്ട് മുകളിലാണ്. ലോവർ ലോ വന്നിട്ടില്ല, ഹയർ ലോയാണ് വന്നിട്ടുള്ളത്. പക്ഷേ ഇന്നലെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഹൈ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹയർ ലോ വന്നിട്ടുണ്ട്. അപ്പോൾ ലോവർ ഹൈ വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് മാർക്കറ്റിൽ ഈ ഒരു ഹൈ കട്ട് ചെയ്ത് പുതിയ ഹൈ ക്രിയേറ്റ് ചെയ്യണം. ഓൾറെഡി നമുക്ക് ഇവിടെ നിന്ന് ഒരു ബെൻഡ് നമ്മൾ പ്രൈസ് ആക്ഷനിൽ പഠിച്ചിട്ടുണ്ട്. സപ്ലൈ ആൻഡ് ഡിമാൻഡ്സ് ഓൺ പ്രൈസ് ആക്ഷനിൽ പഠിച്ചിട്ടുണ്ട്. മാർക്കറ്റിൽ എപ്പോഴും ഒരു ബെൻഡ് വരും. മാർക്കറ്റ് റിവേഴ്സ് ആകുന്ന സമയത്ത് ഒരു ബെൻഡ് വരും. അതാണ് ഇവിടെയും സംഭവിച്ചിരുന്നത്. നമ്മൾ ഇവിടെയും കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, മാർക്കറ്റ് ഒരു ബെൻഡ് വന്നിട്ടാണ് മാർക്കറ്റിൻ്റെ ട്രെൻഡ് മാറിയത്, ഇല്ലേ? സെയിം ആ ഒരു പാറ്റേൺ ആണ് ഇവിടെയും ഇന്നലെ വന്നിട്ടുള്ളത്. ആ ഒരു 3 ലോയും നോക്കുകയാണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് അവിടെ ഒരു ബെൻഡ് ഫോം ചെയ്തിട്ടുണ്ട് ബോട്ടത്തിൽ. ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു ബെൻഡ് ഫോം ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത് നമുക്ക് ഇവിടെ മുകളിലൂടെ ഒരു ബെൻഡ് വരണമെന്നുണ്ടെങ്കിൽ ഈ ഹൈക്ക് മുകളിൽ മാർക്കറ്റ് ഇന്ന് പുതിയൊരു ഹൈ ക്രിയേറ്റ് ചെയ്യണം. അപ്പം ഹയർ ഹൈ ഹയർ ലോ ഫോർമേഷനിലോട്ട് മാർക്കറ്റ് വരാനുള്ള സാധ്യതയുണ്ട്. അല്ല, ഇതിന് താഴെ മാർക്കറ്റ് ബ്രേക്കൗട്ട് കിട്ടിയിട്ട് ഏകദേശം എനിക്ക് തോന്നുന്നു 24,650 റേഞ്ച്, 600 റേഞ്ച് ഒരു സ്ട്രോങ് സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യുകയാണ്. 600 ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് വീണ്ടും ലോവർ ലോ ക്രിയേറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യും, ഡൗൺ ട്രെൻഡ്. അല്ല, പുതിയ ഹൈയും പുതിയ ലോയും ഹയർ ലോയും ക്രിയേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഇവിടെ നിന്ന് റിവേഴ്സിനുള്ള സാധ്യത വരും ദിവസങ്ങളിൽ ഉണ്ടാകാൻ സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ മെയിൻ പ്രധാനപ്പെട്ട ലെവൽസ് നോക്കാം. താഴോട്ടുള്ള ലെവലെന്ന് പറയുന്നത് 24,600. ഇന്നലത്തെ ആ ഒരു ലോ 605. 15 മിനിറ്റിൽ താഴോട്ട് ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ താഴോട്ടുള്ള ലെവലെന്ന് പറയുന്നത് 500, 520, 527, 520, 24, 520 ഫസ്റ്റ് ടാർഗറ്റ് വയ്ക്കാം. അതായത് 605 നിലവിലുള്ള ആ ഒരു ലോ, ഈ ഒരു ലോ താഴോട്ട് ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ 24,520. രണ്ടാമത്തെ ടാർഗറ്റ് വരുന്നത് 520 ബ്രേക്കൗട്ട് കിട്ടിക്കഴിഞ്ഞാൽ 460, 24, 460.
ഓക്കെ, ഇതാണ് താഴോട്ടുള്ള 2 ലെവൽസ്. അതായത് കഴിഞ്ഞ ദിവസത്തെ ഇന്നലത്തെ ലോ ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ 24,605 താഴോട്ട് ബ്രേക്കൗട്ട് 15 മിനിറ്റ്സിൽ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ താഴോട്ട് എൻട്രി നോക്കാം 24,520. മുകളിലോട്ട് നമുക്ക് വരുന്നതെന്ന് പറയുന്നത് ഇപ്പോഴും മാർക്കറ്റ് ഒരു സ്ട്രോങ് റെസിസ്റ്റൻസ് ഫീൽ ചെയ്യുന്ന ഏരിയ എന്ന് പറയുന്നത് 24,800 നമ്മൾ മെനഞ്ഞാന്ന് വീക്കിലി അനാലിസിസിൽ പറഞ്ഞിട്ടുള്ള ഈ ഒരു ലെവലാണ് 780. 24,780. ഇതിന് മുകളിലോട്ട് മാർക്കറ്റ് പുതിയ ഹൈ ക്രിയേറ്റ് ചെയ്താൽ 15 മിനിറ്റ്സിൽ ഇവിടെ ഒരു ബ്രേക്കൗട്ട് മുകളിലോട്ട് കിട്ടിയാൽ മാത്രമേ മാർക്കറ്റ് മുകളിലോട്ട് കയറാൻ സാധ്യതയുള്ളൂ. അതുവരേക്കും മാർക്കറ്റ് ഒരു ഡൗൺ ട്രെൻഡ് ആയിരിക്കും. ഈ ഒരു സ്ട്രോങ് റെസിസ്റ്റൻസ് ഏരിയ കട്ട് ചെയ്യുന്നത് വരേക്കും മാർക്കറ്റ് സ്ട്രോങ് ഒരു സെല്ലിംഗ് പ്രഷർ ഈ ഏരിയയിൽ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ മുകളിലോട്ട് കൃത്യമായിട്ട് 780 റേഞ്ച് കട്ടാകുകയാണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ടാർഗറ്റ് വരുന്നത് 860. ആ ഒരു ഗ്യാപ്പ് ഫില്ലിങ്ങിൻ്റെ ഏരിയ വരും 24,870. ഓക്കെ, അപ്പം ഇതിനിടയ്ക്കെന്ന് പറയുന്നത് ഈ ഏരിയയ്ക്ക് ഇടയ്ക്കെന്ന് പറയുന്നത് സ്കാൽപ്പിങ്ങിന് വേണ്ടി മാത്രം ഉപയോഗിക്കുക, അല്ലെങ്കിൽ നമ്മുടെ ഇൻട്രാഡേ ചാർട്ട് നോക്കിയിട്ട് കൃത്യമായിട്ട് ഇതിനിടയ്ക്കുള്ള ലെവൽസ് ഫോളോ ചെയ്യുക. സ്ട്രോങ് ഒരു മൂവ്മെൻറ്റ് വരണമെന്നുണ്ടെങ്കിൽ മുകളിലോട്ട് 780 ബ്രേക്കൗട്ട് കിട്ടണം, അല്ലെങ്കിൽ താഴോട്ട് 24,605 ബ്രേക്കൗട്ട് കിട്ടിയാലേ ഏതെങ്കിലും ഒരു സൈഡിലോട്ടുള്ള മൂവ്മെൻറ്റിന് സാധ്യത ഉള്ളൂ. ഇവിടെ മാർക്കറ്റ് കൺസോൾട്ടേഷൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വരും ദിവസങ്ങളിൽ ഇവിടെ നിന്നൊരു പുൾ ബാക്കിനുള്ള സാധ്യതയുണ്ട്. നമുക്ക് ഇൻട്രാഡേ ചാർട്ടിലോട്ട് പോകാം. ഇൻട്രാഡേ ചാർട്ടിൽ നമ്മൾ ഡേറ്റ നോക്കിയിട്ടില്ല, ഞാൻ ഡേറ്റ നോക്കിയിട്ടില്ല സമയമില്ലാത്തതുകൊണ്ട്. ഇൻട്രാഡേ ചാർട്ടിൽ CPR വന്നിട്ട് ചെറിയൊരു വൈഡ് CPR ആണ്, ഏകദേശം 40-45 പോയിൻറ്റിൻ്റെ വൈഡ് CPR ആണ് വരുന്നത്. താഴോട്ടുള്ള ലെവലെന്ന് പറയുന്നത് ഇൻട്രാഡേ ചാർട്ടിൽ 24,583 24,563 താഴത്തെ ലെവല്. താഴെ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് ഒരു ഫ്ലാറ്റ് ഓപ്പൺ ചെയ്ത് CPR ഒരു റിജക്ഷൻ കൊടുത്ത് താഴോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ 24,583 24,563 ആയിരിക്കും. ഇവിടെ ഒരു ലോ ക്രിയേറ്റ് ചെയ്തിട്ടാണ് മുകളിലോട്ട് പോകുന്നതെങ്കിൽ നമുക്കിതിനൊരു ഈക്വൽ ലോ ആയിട്ട് തന്നെ കണക്കാക്കാം. കാരണം വലിയൊരു സെല്ലിംഗ് പ്രഷർ വന്നാൽ തന്നെ ഇവിടെ ബയേഴ്സ് ആക്റ്റീവ് ആണ് എന്നുണ്ടെങ്കിലും ചിലപ്പോൾ വിക്ക് ഈ ഒരു സപ്പോർട്ട് വരേക്കും വരാൻ സാധ്യതയുണ്ട്. ഇവിടെ നിന്നൊരു റിവേഴ്സ് സിഗ്നൽ കിട്ടി ഇതിന് മുകളിൽ പുതിയൊരു ഹൈ വരികയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഒരു അപ് ട്രെൻഡിനുള്ള സാധ്യതയുണ്ട്. അപ്പം താഴത്തെ ലെവലെന്ന് പറയുന്നത് 24,583 24,563 ആണ്. മുകളിലോട്ട് ഈ ഒരു ട്രെൻഡ് ലൈൻ ശ്രദ്ധിക്കുക. ഇത് മുകളിലോട്ട് ഈ ട്രെൻഡ് ലൈനും 24,725 24,783 മുകളിലോട്ടൊരു ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ പുതിയ ഹൈ വരും. ലോവർ ടൈം ഫ്രെയിമിൽ പുതിയൊരു ഹൈ വരും, അതായത് ഇതിന് മുകളിൽ. അതാണ് 24,848 24,863. അപ്പം ഇവിടെ ഈ ഒരു റെസിസ്റ്റൻസ് ബ്രേക്കൗട്ട് കിട്ടിയാൽ 24,725 24,748 റെസിസ്റ്റൻസ് മുകളിലോട്ട് ബ്രേക്കൗട്ട് കിട്ടിയാൽ പുതിയ ഹൈ വരുന്നത് 24,848 24,863 ആണ്. അപ്പം ഇതിന് മുകളിലും പുതിയൊരു ഹൈ വന്നു, ഇതിന് മുകളിലും പുതിയൊരു ഹൈ വന്നു. അപ്പം ഹയർ ഹൈ ഒരു ഹയർ ലോ ഫോർമേഷനിലോട്ട് മാർക്കറ്റ് പോകാൻ സാധ്യതയുണ്ട്. അപ്പം ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് മാർക്കറ്റിന് വലിയ ഒരു പ്രാധാന്യമുള്ള ഒരു ദിവസമാണ്. കാരണം ഇവിടെ മാർക്കറ്റ് ലോവർ ലോ ക്രിയേറ്റ് ചെയ്യാണ്ട് ഈക്വൽ ലോയിൽ ഇന്നലെ ക്ലോസ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇന്ന് വരുന്ന പുതിയ ഒരു ലോയ്ക്കും ഒരു ഹയർ ലോ ആണെങ്കിൽ മാർക്കറ്റ് മുകളിലോട്ട് പുതിയൊരു ഹയർ ഹൈയും ഹയർ ലോയും വന്നിട്ട് മാർക്കറ്റ് റിവേഴ്സ് ആകാനുള്ള സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എന്ത് തന്നെയായിരുന്നാലും ഇന്നത്തെ ക്ലോസിംഗ് ക്യാൻഡിൽ എന്ന് പറയുന്നത് വലിയൊരു പ്രധാനപ്പെട്ട ക്യാൻഡിലായിരിക്കും. ബാക്കി അപ്ഡേഷൻസ് ലൈവ് മാർക്കറ്റിൽ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലുണ്ടാവും. ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട്, താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ദിനം ആശംസിക്കുന്നു. താങ്ക് യു.